നമുക്കെല്ലാവരും ഉള്ളിൻ്റെ ഒരു സ്നേഹം കാണും. ചിലപ്പോൾ ഒരു പൂവിനോടാവാം, ചിലപ്പം വണ്ടിയോടാവാം, ചിലപ്പോൾ ഒരാളിനോടാവാം. ഞാൻ ഈ മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത്. ആരോടാ സ്നേഹമുള്ളത്? അച്ഛനമ്മ ഒബ്വിയസ്ലി ഉണ്ട്. ഞാൻ ആ സ്നേഹമല്ല ഉദ്ദേശിച്ചത്. മനുഷ്യ സ്നേഹം എനിക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ അറിയാം ഇവിടെ പെറ്റ്സ് രണ്ടെണ്ണം ഉള്ളത്. ഞാൻ കണ്ടു. അല്ല, ഞാൻ ചോദിക്കും, മനുഷ്യനെ സ്നേഹിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ ലോകം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ? അങ്ങനെ ഇതുവരെ ഇപ്പൊ ഇല്ല. ഇനി ഉണ്ടാവോന്ന് എനിക്ക് അറിയില്ല. അറിയില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടാ ചോദിക്കുന്നത്. ഞാനിപ്പോ പറയും, ആളുടെ പേരുൾപ്പെടെ പറയട്ടെ? വിളിക്കട്ടെ? ഞാന് വേണ്ട, അതൊരു മിത്താണ്. അതൊന്നും ഇല്ല. അല്ല, ആളിനെ വിളിക്കട്ടെ? ഏതാള്? ഈ പറഞ്ഞ ഞാൻ അറിയാത്ത ആളാരാ? ഞാൻ വിളിച്ച ചമ്മും. ഞാൻ അറിയാത്ത ആളാരാ? ഈശ്വര, ഞാൻ വിളിക്കട്ടോ? വിളിച്ച ചമ്മും. ആരാ? എനിക്കൊന്നും അറിയണം. ഞാൻ ഡീറ്റെയിൽ അറിഞ്ഞിട്ടാ വന്നത്. വിളിച്ച് അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യൂ എന്റെ മുന്നിൽ. എനിക്കങ്ങനെ ഒരാളില്ല. ചുമ്മാ ചോദിച്ചേട്ടാ, ഒന്നുമില്ല. ഞാൻ ആരുടെ ആദ്യം തൊട്ട് എന്റെ ഈശ്വര എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചില്ല. അതിനായിരുന്നു എങ്ങാനും സ്കൂളില് അങ്ങനെ എന്തെങ്കിലും അഫയർ ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? കാരണം വെച്ചാൽ അല്ലെങ്കിൽ പേടിക്കേണ്ട. അതാ പറഞ്ഞത് മനുഷ്യ സ്നേഹം അല്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അത് ഇത് കൊറേ അനുഭവം കൊണ്ടല്ലേ നമ്മൾ മനുഷ്യ സ്നേഹം അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്സ് ഒക്കെ. ഞാൻ അങ്ങോട്ട് തേക്കും, എനിക്ക് ഇങ്ങോട്ട് തേപ്പ് കിട്ടും. എത്ര ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഹൃദയൊക്കെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫണ്ണാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നെ പൊങ്കാലക്കിടല്. അല്ല, ഇവൻ എന്തൊക്കെ അറിയണം, ആ കുട്ടിക്ക് ഇനി ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുന്നുള്ള. നിങ്ങൾ ചോദിച്ചോ? ആണോ? അപ്പം നിങ്ങൾ ചോദിക്കണം, ആരാന്നുള്ളത് ചോദിക്കണം. ഒരാളുണ്ട് കേട്ടോ. എന്തുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ റിവീൽ ചെയ്യും. എങ്ങനെ? ഇൻസ്റ്റാഗ്രാം ഇതീ പറയില്ല, ഞങ്ങളുടെ അടുത്ത് പറയില്ല. ശരി, ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. ഒരു മാജിക് ചെയ്യാൻ പോവാം. ആ മാജിക്ക് കറക്റ്റ് ആണെങ്കിൽ ഇതിലേതിലും ഒന്ന് ടച്ച് ചെയ്യണം. അപ്പം ഇതിനകത്തൊരു സാധനം ഞാൻ ഋത്തികയുടെ കയ്യിൽ തരും. ഇതിലേത്ത് ഏതെങ്കിലും ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് ഇതിലേതെങ്കിലും ഒന്ന്. ശരി, ചോക്ലേറ്റ് തരാൻ പോവാം. കൈ ഉയർത്തി പിടിച്ചോ. ക്യാമറയ്ക്ക് മാത്രമേ ഉയർത്താവുള്ളൂ. മുറുക്കി പിടിച്ചോ. കണ്ണടയ്ക്ക്. കണ്ണ് തുറക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് കണ്ണ് ഷിവർ ചെയ്യാൻ പാടില്ല. കണ്ണ് നല്ലോണം ക്ലോസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഓരോ വിരലായിട്ട് ഏത് ചോക്ലേറ്റ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ഡയറി മിൽക്ക്, നാരങ്ങ മിഠായി, സന്തോഷം. ശരി, അപ്പം നാരങ്ങ മിഠായി എന്തായാലും ചോക്ലേറ്റാണ് ഞാൻ തരാൻ പോകുന്നത്. ഉറപ്പായിട്ട് ചോക്ലേറ്റ് തരാൻ പോകുന്നത്. അപ്പം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫിംഗർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ 5ാമത്തെ ഫിംഗർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കണ്ണ് തുറക്കണം. എന്നിട്ട് 5 അല്ല, ഞാൻ മാജിക്കാണ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ഫിംഗർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കണ്ണ് തുറക്കണം. എന്നിട്ട് ഫിംഗർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യണം. അപ്പോഴത്തേന് മടിയിലേക്ക് ചോക്ലേറ്റ് ഒന്ന് വീഴും. ഓക്കെ, കോൺസെൻട്രേറ്റ്. ഓക്കെ, കോൺസെൻട്രേറ്റ്. അപ്പോൾ 1. ഏത് വിരലാ തുറക്കുന്നത്? എന്തോ ഇഷ്ടമുള്ള ഇതിന്റെ ഇടയ്ക്ക് തന്നെ തുറക്കുന്നത്. ആദ്യം ഏതെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് കഴിച്ചിട്ട് ഇടയ്ക്കുന്ന ഒരു വിരൽ തുറന്നു. ശരി, ഇഷ്ടമുള്ള 1 2 3 4. ഇനി ഞാൻ പറഞ്ഞിട്ടേ കണ്ണ് ഓപ്പൺ ചെയ്യാവൂ. ഓക്കെ, ഇപ്പോഴേ ഓപ്പൺ ചെയ്യല്. സ്ലോലി ഓപ്പൺ ചെയ്യണം. സ്ലോലി ഓപ്പൺ ചെയ്തോളൂ. സ്ലോലി ഓപ്പൺ ചെയ്. സ്ലോലി ഓപ്പൺ ചെയ്. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. കണ്ണ് ഓപ്പൺ ചെയ്യല്ലോ. അപ്പം ഞാൻ 5 എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണി നോക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യണം. ഞാൻ 3 പറയുമ്പോഴേ ഓപ്പൺ ചെയ്യാം. 1 2 3. ഇതാണോ മാജിക്? എന്റെ പോയിട്ട് ആ കണ്ണി വന്നൊരു തീക്ഷ്ണത ഉണ്ടോ? ഇപ്പൊ ചോക്ലേറ്റ് മടിയൊന്നും വീഴല്ലേ? ചോക്ലേറ്റ് അല്ല, ഞാനേ പല്ലി, പാമ്പ് ഇതൊക്കെ ആനക്കൊണ്ടാക്കി ഇങ്ങനെ വരണ പോലൊരു ഫീൽ ആയിരുന്നു. അത് വന്നില്ലേ? പിന്നെ അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ. ഇനി വിശേഷങ്ങളിലേക്ക് കിടക്കാം. വീണ്ടും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെന്ന് റെസ്റ്റ്. എന്നെ കൊല്ലരുത്, ഞാൻ മജീഷ്യൻ അല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫണ്ണാക്കാൻ നോക്കിയതാ. കണ്ണൊക്കെ വെളിയിൽ ചാടി പോകാൻ സമയമാവുന്നു. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടെ. ഇപ്പോൾ അച്ഛനമ്മ ഉണ്ട് വീട്ടിൽ. ഒരേ ഒരു മകളാണ്. അച്ഛൻ എന്താ ചെയ്യുന്നത്? അമ്മ ടീച്ചറാണെന്ന് പറഞ്ഞു. ഡാൻസ് ടീച്ചിങ് ഫീൽഡ്. അച്ഛൻ അക്കാഡമിക്സ് ആണ്. ഒരാള് ആർട്ടാണ്. മകള് രണ്ടും കൂടെ മിക്സ്. ഈ പഠിത്തം എല്ലാ വീട്ടിലും എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹമാണ്. ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പഠിത്തം എന്ന് പറയുന്ന സംഭവം അത് കംപ്ലീറ്റ് ചെയ്തു. ഒരു ജോലി കൂടെ വേണമെന്ന് പറഞ്ഞു.
അതെ, എല്ലാവരും പറയാനുള്ള കാര്യം ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ടോ ഏതെങ്കിലും ജോലി? MA ഞാൻ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട്. അടുത്ത് ഇനി MA ഭരതനാട്യം ചെയ്യണം. അപ്പൊ എത്ര എനിക്ക് ക്വാളിഫിക്കേഷൻ എടുക്കാൻ പറ്റുമോ അതിന് മാക്സിമം ഞാൻ പഠിക്കും. എനിക്ക് ആർട്ടിലൂടെ തിരിയാനാണ് താല്പര്യം. പക്ഷെ ഈ ഇപ്പം ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതർ ദാറ്റ് വിശാലമായ കുറേ ഏരിയ എനിക്കുണ്ട്. സോ എല്ലാം ഒന്ന് കവറപ്പ് ചെയ്യണം. ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യാൻ പാടില്ലല്ലോ. ബോത്ത് അക്കാഡമിക്സ് ആൻഡ് ആർട്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. ഇപ്പം നമ്മൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ മൗനരാഗം അല്ലാതെ വേറെ ഏതെങ്കിലും സീരിയൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇനി വേറെ ചാനൽസ് നോക്കണമല്ലോ. ഒന്നും മാത്രം സ്റ്റിക്ക് ഓൺ സീല് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? സി കേരളത്തിൽ ഇല്ല. സീൽ ഇനി എനിക്ക് തോന്നുന്നു ADM ഗോൾഡ് ചെയ്തു, മഴവിൽ ചെയ്തു, ഏഷ്യാനെറ്റ് ചെയ്തു, സൂര്യ ചെയ്തു. സി കേരള ഉണ്ട്, കൈരളി ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ 3 ചാനലിലൂടെ ഇനി നോക്കണം അല്ലേ? അതിലൂടെ വരട്ടെ, തീർച്ചയായിട്ടും വരട്ടെ. ഇനിയിപ്പോൾ സിനിമ അങ്ങനെയുള്ള മോഹമൊന്നുമില്ല? തീർച്ചയായും നല്ല കഥാപാത്രങ്ങൾ വന്നാൽ തീർച്ചയായും ചെയ്യും. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോട് ചോദിക്കാനുള്ളത്, നമുക്കെതിരെ എന്തെങ്കിലും ഒരു അബ്യൂസ് വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ശേഷികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പിന്തിരിഞ്ഞ് നിൽക്കുന്നത്? കാര്യം എന്തെങ്കിലും അബ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പറയാൻ കാണിക്കാത്ത എന്താണ്? ഒന്നാമത്തെ കാര്യം, നമുക്കൊരു അറ്റാക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് ചാടി കയറി ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി പൊതുവെ പറ്റില്ല. സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പതറിപ്പോവും. നമുക്ക് ഉള്ളിൽ നിന്ന് ഒച്ച പോലും വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രാത്രി ഇപ്പൊ റൂം അടച്ച് കിടക്കുകയാണ്, ഒരു കള്ളൻ ജനലിന് അവിടെ വന്ന് ഇങ്ങനെ പിടിച്ചാൽ പോലും നമുക്ക് ഒച്ച പുറത്തുനിന്ന് വരൂല, നമ്മൾ പേടിച്ചു. പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല, സ്പോട്ടിൽ കിട്ടണ ഒറ്റ എറിഞ്ഞ ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല. 2 പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരടി അടിച്ച് വേനിച്ച തിരിച്ച് 2 എണ്ണം പൊട്ടിക്കുന്ന ആളാണ് ഞാൻ. അതിപ്പോ എനിക്ക് എന്ത് ബാഡ് രീതിയിലുള്ള അബ്യൂസ് ആയിരിക്കുമല്ലോ മെയിൻലി വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികരിക്കും, സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കും. പിന്നെ ഞാൻ ഒന്നും ആലോചിക്കാറില്ല, പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഈ ചോദിക്കേണ്ടാത്ത കാര്യങ്ങളാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം സീരിയൽ രംഗത്തും ഈ 1-2 പേരുണ്ട് കേസൊക്കെ കൊടുത്തു, കൺട്രോളർ ആത്മഹത്യ ചെയ്തു, അതൊക്കെ ചെയ്തു. അതെല്ലാം വാർത്തകൾ വരുന്നത് വളരെ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അതിലും ഒരു പെൺകുട്ടി തന്നെയാണ് കോടതിയിൽ വരെ പോയി കേസ് കൊടുത്തു. അതിപ്പോഴും കേസ് കിടക്കണത്, ഡയറക്ടറിനെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം സീരിയൽ രംഗത്തും ഇങ്ങനെ വന്നപ്പോൾ കേട്ടപ്പോൾ ഋതികയ്ക്ക് എന്താ തോന്നിയത്? ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും എന്ന് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ വരാം, വന്നുകൂടെ, അങ്ങനെ ഇല്ല. പക്ഷെ നമുക്ക് എപ്പോഴും വി ഹാവ് ടു ബി സേഫ്. നമുക്കിപ്പോൾ എന്ത് വന്നാലും അതാ പറഞ്ഞ പ്രതികരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയണം. ഇപ്പം ചില സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിപ്പോയാൽ ആരെയാണോ അതോറിറ്റീനെ അറിയിക്കേണ്ടത് നമുക്ക് അവരെ അറിയിക്കണം. 4 പേരെ കുവി വിളിച്ച് അറിയിക്കുക എന്നുള്ളതല്ല, നമുക്ക് അറിയിക്കേണ്ട ആളെ അറിയിച്ചിട്ട് സ്പോട്ടിൽ നമുക്ക് അവിടെ ചെയ്യാം. നമുക്ക് നമ്മുടെ സൈഡ് സേഫ് ആക്കിയില്ലേ പറ്റും, അങ്ങനെ പ്രതികരിക്കാം. അതായിരിക്കാം എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ. ഈ 4 പേരെ കൂട്ടി ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് പോയിട്ട് പ്രതികരിച്ചിട്ട് കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ സൈഡ് ഓക്കെ ആക്കി നമ്മൾ സേഫ് ആകുന്ന രീതി വേണം പ്രതികരിക്കാൻ. അല്ലാതെ പോയാൽ നമ്മുടെ ലൈഫ് പോയിട്ട് ഒരു കാര്യവും ഇല്ല. സോ അതുകൊണ്ട് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക, അതാണ് സേഫ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എവിടെയെങ്കിലും പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ? എത്ര വർഷമായി? 2019 തുടങ്ങിയതാണ്, 5 വർഷമായി. 5 വർഷം ആവുന്നു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല? ഇല്ല. എന്റെ കൂടെ എപ്പോഴും എന്റെ അമ്മ ഉണ്ടാവും, പാരന്റ്സ് ആരെങ്കിലും വരും എപ്പോഴും സൈഡിൽ. എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ. പിന്നെ നമ്മള് നിൽക്കുന്ന രീതിയും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ അത് കിട്ടുന്നത്, തിരിച്ചു കിട്ടുന്നത്. കിരണുമായിട്ടുള്ള ഒരു കോംബോ അങ്ങനെ ഉണ്ട്? അയ്യോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കിട്ടിയല്ലോ, അല്ല അവൻ വന്നേനെ കേട്ടോ. ഞാൻ പറഞ്ഞു വെച്ചിരുന്നേ നേരത്തെ. ഇല്ലായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ എനിക്ക് റേസ് ആവാൻ വൈകി, എന്റെ മാക്സിമം ഞാൻ എടുത്തില്ല. അല്ലല്ല എടുത്തു, പക്ഷെ അവൻ തിരിച്ചു തന്നില്ലേ? നല്ലോണം കാണുന്നുണ്ട്. എനിക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും ഭാവിയിൽ നല്ല ഈ പറഞ്ഞ പോലെ നല്ല നർത്തകിയാവട്ടെ, നല്ല എഡ്യൂക്കേഷനിൽ നല്ല ജോലി കിട്ടട്ടെ. അത് മാത്രമല്ല സിനിമയിലും സീരിയലിലും തിളങ്ങി തന്നെ നിൽക്കട്ടെ. പ്രേക്ഷകരോട്, മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ മുമ്പോട്ടും നിങ്ങളുടെ ബ്ലെസ്സിങ്ങും സപ്പോർട്ടും എൻ്റെ ഒപ്പം ഉണ്ടാവണം. ലൈഫിൽ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ബാലൻസ് ചെയ്ത് സാധാരണ ആൾക്കാരെ പോലെ തന്നെ നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ബാഡ് അടിക്കുമ്പോൾ അതും അതുപോലെയാണ്. നമ്മുടെ ഫാമിലിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പെർഫോം ചെയ്യണേ. അപ്പോൾ 2 കൈ നീട്ടി ഇപ്പോൾ സ്നേഹിക്കുന്ന പോലെ എന്നെ മുമ്പോട്ടും സ്നേഹിക്കുക. സോ താങ്ക് യു സോ മച്ച്. എനിവേ വളരെ സന്തോഷം ഒരു ഇൻ്റർവ്യൂ തരാൻ കാണിച്ചൊരു മനസ്സിന്. ഇനി നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കും. അത് ഈ പറഞ്ഞ പോലെ
നല്ലൊരു അച്ചീവ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കുന്നതായിരിക്കും. ഡാൻസിൽ നല്ലൊരു ഇൻഷാ അല്ലാഹ് അത് തന്നെ ഒരു അവാർഡ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.